ആ നിൽക്കൂ 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 നിൽക്കൂ. ഹായ് 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 ഹായ്. എന്നാ ഉണ്ട്? സുഖം സുഖം. ഇന്ന് വെറൈറ്റി ആയിട്ടാണല്ലോ അതാണ് ഈ സൈക്കിള്. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻബിൽറ്റ് ബാറ്ററി മോഡൽ അല്ലേ? പുതിയ മോഡൽ. ശരി. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെയിൻ ആയിട്ട് നമുക്ക് ഇൻബിൽറ്റ് ആണ് ബാറ്ററി വരുന്നത്. ബാക്കിയുള്ള സൈക്കിളൊക്കെ ഇവിടെ അല്ലേ ബാറ്ററി ഉണ്ട്, ഇതിന്റെ ഉള്ളിലാണ്, ഫ്രെയിമിന്റെ ഉള്ളിലാണ് തന്നെ. ഓക്കെ. ഇതിന്റെ ടയർ എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മൾ ചെറിയ ടയർ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ടയർ വെക്കാം, അതുകൊണ്ട് അത്യാവശ്യം വലിയ ടയർ വെക്കാൻ പറ്റും. അതായത് MTB ആയിട്ടും ഹൈബ്രിഡ് സൈക്കിളായിട്ടും നമുക്ക് ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിളാണിത് അല്ലേ? ശരി ശരി. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ? ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട് നമുക്ക് അന്ന് കണ്ട സൈക്കിൾ വന്ന പോലെ ബാറ്ററി ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, മോഡ് വന്നിട്ടുണ്ട്, 1 2 3 മോഡ് വന്നിട്ടുണ്ട്, ലൈറ്റ് ഹോണ്. ലൈറ്റ് ഇരിക്കുന്നുണ്ടോ? 1 2 3 3 മോഡൊക്കെ വന്നിട്ടുണ്ട്. ബിൽറ്റ് ബാറ്ററി ഉള്ള സൈക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെ നടക്കും എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും നമുക്കിപ്പോ ബാറ്ററി ഒന്ന് അടിക്കണമെങ്കിൽ തന്നെ ഇതിന്റെ താഴെ ഒരു സെറ്റ് ഉണ്ട്, അതും ഊരി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര പാടാണ് ഇൻബിൽറ്റിന്റെ അതൊന്ന് ഊരിയെടുക്കാൻ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു 2 ബോൾട്ട് നിർത്തിയുള്ള സംഭവം, അതും ഊരിയെടുത്ത് നമുക്ക് ബാറ്ററി അതുപോലെ തന്നെ എടുക്കാൻ പറ്റും. ശരി ശരി. ഓക്കെ ഓക്കെ. അതാണ് മെയിൻ ആയിട്ട് ഇൻബിൽറ്റിനെ കുറിച്ച്. ഇൻ കേസ് ഭാവിയിലേക്ക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഊരി എടുക്കാനും പറ്റും, സർവീസ് നോക്കാനും പറ്റും. ഇനി അറിയാനുള്ളതേ, ഇതിപ്പോ ഈ കാണുന്ന സൈക്കിള് 1 2 3 മോഡും കാര്യങ്ങളൊക്കെ ഉള്ള സൈക്കിളാണല്ലോ, ഇത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? അല്ല, ഇത് നമ്മുടെ ഏറ്റവും ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. ബേസ് മോഡലിൽ തന്നെ 1 2 3 ഡ്രൈവിംഗ് മോഡ്സ് ഒക്കെ ഉണ്ട്. അത് കൊള്ളാലോ. ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് മാറുമ്പോഴേക്കും നമുക്ക് ഗിയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഗിയർ വരും, ബാക്കിൽ കാരിയർ വരും, നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓൾമോസ്റ്റ് നമുക്ക് 27,000 ഫീൽ നമുക്ക് റേഞ്ച് വരും. അപ്പൊ അതിനകത്ത് ഡിസ്പ്ലേയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഡിസ്പ്ലേ സഹിതമാണ് ഈ ഡിസ്പ്ലേയും ഗിയറും അതുപോലെ തന്നെ മാക്സിമം ബാറ്ററി കപ്പാസിറ്റിയും വെച്ചോണ്ട് 27,000 രൂപയ്ക്ക് താഴെ വരുള്ളൂ. ഈ വണ്ടിക്ക് എന്ത് വിലയുണ്ട്? ഈ വണ്ടിക്ക് നമുക്ക് 22. ഇതിനകത്ത് എത്ര ബാറ്ററി കപ്പാസിറ്റി എത്രയുണ്ട്? 7.8 ഉണ്ട്. അതായത് ഏറ്റവും ബേസ് വണ്ടി അല്ല ഇത്, ഏറ്റവും ബേസ് അല്ല, അതായത് ഇതിന്റെ താഴെയും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. 5.2 വെച്ച് കഴിഞ്ഞാൽ അതായത് എത്ര നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 20 to 25 കിലോമീറ്റേഴ്സ് 5.2 തന്നെ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് വരുമ്പോഴത്തേനും എത്ര കിലോമീറ്റർ പറ്റും? ഇത് നമുക്ക് ഒരു 30 to 40 കിലോമീറ്റർ കിട്ടും. ഓക്കെ ശരി.